ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കോതമംഗലത്ത് കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. വർഗീയതയ്ക്കും സാമൂഹ്യ ജീർണതയ്ക്കുമെതിരെയായിരുന്നു ജാഥ. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കോതമംഗലം ഏരിയ കമ്മിറ്റിയാണ് വർഗീയതയ്ക്കും സാമൂഹ്യ ജീർണതയ്ക്കുമെതിരെ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. ഏരിയ സെക്രട്ടറി ഷൈലജ റഹ്മാനായിരുന്നു ക്യാപ്റ്റൻ. ചാലിമട്ട് തൊഴിലാളികൾക്ക് വേണ്ടി സനീർ കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ബാങ്കിന് വേണ്ടി. ജാഥയുടെ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി.വി. അനിത നിർവഹിച്ചു. വായനശാലപ്പടിയിൽ നിന്നും ആരംഭിച്ച ജാഥ തങ്ങളത്താണ് സമാപിച്ചത്. വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. ആശാ വർക്കേഴ്സിന് വേണ്ടി സൗമ്യ, കർഷക സംഘത്തിന് വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷന് വേണ്ടി ഹേമലത ദാസ്. സ്വീകരണ കേന്ദ്രങ്ങളിൽ സംസ്ഥാന കമ്മിറ്റി അംഗം റഷീദ സലീം, ബീന ബാബുരാജ്, സുധ പത്മജൻ, സിന്ധു ഗണേശൻ, ഷീല അജയൻ, അൽഫോൺസ സാജു, സിന്ധു അനിൽ, ഷീബ സുരേഷ്, തങ്കമണി ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രിയപ്പെട്ടവരെ, വർഗീയത എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിന്റെ മരണ വാറണ്ടാണ്. സംശയമില്ലാത്ത കാര്യമാണ്. ഒരു രാഷ്ട്രത്തിന്റെ മരണ വാറണ്ടാണ് വർഗീയത. അത് ഏതുതരം വർഗീയതയായാലും അത് തന്നെയാണ്. ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. നോക്കൂ, രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ RSS നേതൃത്വം കൊടുക്കുന്ന, BJPയുടെ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഈ രാജ്യത്ത് കഴിഞ്ഞ 11 വർഷമായിട്ട് അവരാണ് ഭരിച്ചുകൊണ്ടിരിക്കുക. രാജ്യത്ത് അവർ അധികാരമേൽക്കുമ്പോൾ അവരെടുത്തിട്ടുള്ള ഒരു അജണ്ടയുണ്ട്. ഈ രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക. രാജ്യം ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റണം. ഇന്ത്യ എന്ന് പറയുന്ന മതേതര രാഷ്ട്രം, ആ മതേതര രാഷ്ട്രത്തെ മതരാഷ്ട്രമാക്കി മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള നിലപാടാണ് അവരാദ്യമേ തന്നെ അവരുടെ അജണ്ടയിൽ എഴുതി ചേർത്തിട്ടുള്ളത്. GTV ന്യൂസ് കോതമംഗലം.